ലോക ചാമ്പ്യൻ എന്നാൽ ചുമ്മാവാ. തകർപ്പൻ ഒരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലോക ചാമ്പ്യനായ ഗുകേഷ്. പലരും പറഞ്ഞു ഗുകേഷ് ഈയിടെയായിട്ട് കുറച്ച് ഫോം ഔട്ട് ആണെന്ന്. ആ പറഞ്ഞവർക്കുള്ള ചുട്ട മറുപടിയാണ് ഈ കിടിലനായിട്ടുള്ള ഗെയിം. ക്ലച്ച് ചെസ് 2025 4 ചെസ് രാജാക്കന്മാരാണ് ഏറ്റുമുട്ടുന്നത്. കാൾസൺ, നക്കമുറ, കരുവാന, പിന്നെ നമ്മുടെ ലോക ചാമ്പ്യൻ ഗുകേഷും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗുകേഷും കരുവാനയും തമ്മിൽ കളിച്ച ഗെയിമാണ്. ഇവിടെ ഗുകേഷാണ് വൈറ്റ് കളിക്കുന്നത്, ബ്ലാക്ക് കളിക്കുന്ന കരുവാനയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഗുകേഷ് സ്റ്റാർട്ട് ചെയ്യുവാണ് പോൺ D4 വെച്ചിട്ട്. ബ്ലാക്ക് നൈറ്റ് F6 കളിക്കുന്നു, G3, G6. അപ്പോൾ 20 ഫിയൻജെറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. ബിഷപ്പ് G2, ബിഷപ്പ് G7, നൈറ്റ് F3. ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു, വൈറ്റും ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സിമെട്രിക്കൽ സ്ട്രക്ചറാണ് ഇവിടെ. പോണിന് D6 കളിക്കുന്നു, ബിഷപ്പിനെ പുറത്തിറക്കാനാണ്. C4 കളിക്കുന്നു, C6 കളിച്ചപ്പോൾ ക്വീനിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ഡയഗണൽ കൊടുക്കുവാണ്. നൈറ്റ് C3. അപ്പോൾ ഗുകേഷ് പതുക്കെ സെന്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു മൂവോടെ. നൈറ്റ് C3 കളിച്ചിട്ട് E4 പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ കരുവാന എന്താണ് ചെയ്യുന്നത്? കരുവാന കളിക്കുകയാണ് ബിഷപ്പ് F5 കളിച്ചിട്ട് ഇപ്പോൾ നേരിട്ടുള്ള E4 തടുക്കുവാണ്. ഇവിടെ ഗുകേഷ് നൈറ്റിനെ E1 കളിച്ചിട്ട് ഇനി ആ നൈറ്റ് ഇവിടെ ഇടയിലില്ലല്ലോ, ഇനി വേണമെങ്കിൽ E4 പുഷ് ചെയ്യാലോ. ബ്ലാക്ക് എന്താണ് കളിക്കുന്നത്? ബ്ലാക്ക് E5 കളിച്ച് നേരത്തെ തന്നെ സ്ട്രൈക്ക് ചെയ്യുകയാണ് സെൻട്രലിലോട്ട്. പോണിനെ ഇവിടെ D5 കളിച്ചിട്ട് പൊസിഷൻ ക്ലോസ് ആക്കി വെക്കാൻ നോക്കുവാണ് ഗുകേഷ്. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, പോൺ വെച്ച് വെട്ടുന്നു, A5 കളിക്കുന്നു. ഇനി നൈറ്റിനെ A6 കളിച്ച് C5 റീറൂട്ട് ചെയ്യാനാണ് കരുവാനയുടെ ഉദ്ദേശം. E4 കളിച്ചിട്ട് എന്തായാലും ഇവിടെ ഗുകേഷ് സെൻട്രൽ സ്ട്രൈക്ക് ചെയ്തു, ബിഷപ്പിലേക്ക് അറ്റാക്ക് ആണ്. ബിഷപ്പ് G4 വന്നിട്ട് ക്വീനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ജസ്റ്റ് F3 കളിച്ചിട്ട് നല്ല സോളിഡ് പോൺ സ്ട്രക്ചർ വെക്കുവാണ് ഇവിടെ ഗുകേഷ്. ബിഷപ്പ് D7 പോകുന്നു, ബിഷപ്പ് E3. നൈറ്റ് എന്തായാലും A6 വന്നിട്ട് ഇനി C5 വരാനാണ് ഐഡിയ. നൈറ്റും കൂടെ D3 വന്നിട്ട് ഇനി C5 ബ്ലാക്കിന് അത്ര എളുപ്പത്തിൽ വരാൻ പറ്റില്ല. കാരണം എന്താണ്, വൈറ്റിന്റെ നൈറ്റും ഉണ്ട്, ബിഷപ്പും ഉണ്ട് അവിടെ. അപ്പൊ അത്ര എളുപ്പത്തിൽ ഇവിടെ ബ്ലാക്ക് നൈറ്റിന് വരാൻ പറ്റില്ല. അതുകൊണ്ട് പോൺ B6 കളിച്ചിട്ട് ആ C5 വരവ് പ്രിപ്പയർ ചെയ്യുവാണ് ഇവിടെ കരുവാന. പോൺ B3. ഇതിന്റെ ഐഡിയ A4 കളിച്ചിട്ട് പൊസിഷൻ മാക്സിമം ഇവിടെ കൺട്രോളിൽ വരുത്താനാണ് ഗുകേഷ് നോക്കുന്നത്. നൈറ്റ് C5 വരുന്നു. ഇപ്പോൾ B6 പോണും D6 പോണും ആ നൈറ്റിനെ കാക്കുന്നുണ്ടല്ലോ. ക്വീന് ഇവിടെ E2 വരുന്നു. ആ നൈറ്റിന് ഒരു പ്രൊട്ടക്ഷനും കൂടെയാണ്. അത് മാത്രമല്ല റോക്കുകളെ തമ്മിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യുകയും ചെയ്യാം ഈ ഒരു മൂവോടെ. ബിഷപ്പ് അവിടെ ഒരു C8 പോകുന്നു. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ആ ബിഷപ്പ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവുക, ഈ ഒരു വഴിയിൽ വന്നിട്ട് A6 വന്നു കഴിഞ്ഞാൽ ആ നൈറ്റിലോട്ടൊക്കെ പണി കൊടുക്കാം. കാരണം ആ C5 ഇരിക്കുന്ന നൈറ്റും ആ ഒരു ബിഷപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗണൽ നല്ല സൂപ്പർ സ്ട്രോങ് ആവും. അപ്പൊ ഇതാണ് ഇവിടെ കരുവാനയുടെ ഐഡിയ. ഗുകേഷ് എന്ത് കളിക്കുന്നു? ഗുകേഷ് നൈറ്റ് B5 വന്നിട്ട് എന്തായാലും ബിഷപ്പ് അവിടെ വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നേരിട്ട് വന്നിട്ട് ആ B5 ഗുകേഷ് നൈറ്റിനെ കൊണ്ടുവരികയാണ്. ബിഷപ്പ് A6 വരുന്നു. ഇനി എന്താണ് ചെയ്യുന്നത്? ഇവിടെയാണ് നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കണേ. അപ്പോൾ ഇപ്പോൾ ബിഷപ്പ് വെച്ച് എങ്ങനെ നൈറ്റിനെ വെട്ടിയാൽ ക്യൂൻ വെച്ച് വെട്ടിയെടുക്കും. അതുകൊണ്ട് ഈ പോൺ വെച്ച് ഈ ഒരു B പോൺ വെച്ചിട്ട് ആ ഒരു നൈറ്റിനെ വെട്ടിയെടുക്കുകയാണ്. പോൺ A4 കളിച്ചിട്ട് ആ ഒരു നൈറ്റിനെ അവിടെ സിമെന്റ് ചെയ്ത് നിർത്തുകയാണ്. ഇപ്പൊ നൈറ്റിനെ തൽക്കാലം ഇപ്പൊ ബിഷപ്പ് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ അവിടെ ക്വീനും പോണും ഉണ്ട് ഇവിടെ തിരിച്ച് റീക്യാപ്ചർ ചെയ്യാൻ. നൈറ്റ് ഇവിടെ E8 പോകുന്നു. അപ്പൊ ഗുകേഷ് ഒരു നൈറ്റ് E1 കളിച്ചു, കരുവാന അതുപോലെ തന്നെ നൈറ്റ് E8 കളിക്കണം. ഐഡിയ F5 കളിച്ച് പൊസിഷൻ തുറക്കാനാണ്. ഗുകേഷ് എന്താണ് ചെയ്യുന്നത്? ഗുകേഷ് ജസ്റ്റ് ബിഷപ്പിനെ റിട്രീറ്റ് ചെയ്യുകയാണ്. ക്വീനിനെ B6 കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ C4 പോലത്തെ ഈ ഒരു പോണൊക്കെ പുഷ് ചെയ്തിട്ട് ഈ ക്വീനിന്റെ ഫയൽ ഓപ്പൺ അപ്പ് ചെയ്യാനാണ് ഇവിടെ ബ്ലാക്കിന്റെ ഐഡിയ. ഗുകേഷ് ജസ്റ്റ് കാമായിട്ട് റൂക്കിനെ കളിയിലേക്ക് കൊണ്ടിരുന്നു. റൂക്ക് C1 വരുന്നു. നൈറ്റിന് C7 കളിച്ചിട്ട് ആ നൈറ്റിലേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഗുകേഷ് ഇവിടെ കളിക്കേണ്ടത്? ഗുകേഷ് ഈ ഒരു നൈറ്റിന് കൊടുക്കാൻ അത്ര താല്പര്യനല്ല. ഈ നൈറ്റിന് ഇവിടെ നിന്ന് അനങ്ങാനും പറ്റില്ലല്ലോ, കാരണം ബിഷപ്പ് അവിടെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷനോടെ ആയിട്ട് ബിഷപ്പ് F1 വരുന്നു. ഇപ്പൊ F1 ബിഷപ്പും ആ ക്വീനും കൂടെ ആയിട്ട് നല്ല തകർപ്പൻ ഡിഫൻസും കൂടെയാണ് ഇവിടെ ഗുകേഷ് നടത്തുന്നത്. H5 കളിക്കുന്നു. H4 കളിച്ചിട്ട് ഇനിയുള്ള ഫർദർ അഡ്വാൻസ്മെന്റ് ഇവിടെ ഗുകേഷ് തടയുവാണ്. F5 കളിച്ചിട്ട് നേരത്തെ പ്ലാൻ പോലെ ഇവിടെ കരുവാന പൊസിഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് തുറക്കുവാണ്. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ബ്ലാക്കിന് ഈ ഒരു D5 പോണിനെ വെട്ടാൻ പോവാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ എങ്ങാനും നൈറ്റ് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടെംപ്റ്റിംഗ് ആണല്ലോ. ഇവിടുത്തെ പ്രോബ്ലം
ഇവിടെ ഗുക്കേഷിന് ക്വീൻ C4 പോലത്തെ മൂവ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇവിടെ ബിഷപ്പ് B7 ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പോൺ വെച്ച് വെട്ടുകയും ചെയ്യും. ഇവിടെ ഗുക്കേഷിന് ഒരു കംപ്ലീറ്റ്ലി ക്രഷിങ് പൊസിഷൻ ആവും. അപ്പോൾ എന്തായാലും ഗെയിമിൽ ഇത് നടന്നില്ല. പകരം എന്താണ് നടക്കുന്നത്? ഗെയിമിൽ നടക്കുന്നത് ഈ ഒരു G പോൺ വെച്ചിട്ടാണ് പോണിനെ വെട്ടിയെടുക്കുന്നത്. ഇനിയോ ബിഷപ്പ് G5 വരുമ്പോൾ ബിഷപ്പിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ കിട്ടുവാണ് ഇവിടെ. റൂക്ക് ഇവിടെ കളിയിലേക്ക് വരുന്നു. ഇനി ഐഡിയ ആ ഒരു പോണിനെ പുഷ് ചെയ്തിട്ട് ഒരാ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പോണിനെ പുഷ് ചെയ്തിട്ട് ആ ബിഷപ്പ് ആക്റ്റീവായിട്ട് A1 റൂക്കിലേക്ക് ഒരു പണി കൊടുക്കുക. ഗുക്കേഷ് ജസ്റ്റ് റൂക്കിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നു, A2 കൊണ്ടുവരികയാണ്. F4 കളിക്കുന്നു. അപ്പോൾ കൂടുതൽ സ്പേസ് കൊണ്ടുവരികയും ഈ ബിഷപ്പിനെ ലോക്കപ്പ് ചെയ്യാനുമാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ഗുക്കേഷ് ഒരു ബോൾഡ് ഡിസിഷൻ കളിക്കുകയാണ്. പോൺ വെച്ച് പോണിനെ വെട്ടി, പോൺ വെച്ച് വെട്ടുമ്പോൾ കാര്യം റൂക്കിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫയലാണ് ഇവിടെ. ക്വീനിലേക്ക് അറ്റാക്ക് ആണ്. പക്ഷെ ഗുക്കേഷ് ഇതൊന്നും പേടിക്കുന്നില്ല. ഗുക്കേഷ് ജസ്റ്റ് കളിക്കുവാണ്. ക്വീൻ C4 കളിക്കുവാണ്. പൊസിഷൻ മാക്സിമം അവിടെ ക്ലോസ്ഡ് ആക്കി വെക്കുകയാണ്. ഇവിടെ എന്താണ് ബ്ലാക്ക് ചെയ്യുന്നത്? ബ്ലാക്ക് കളിക്കുന്നു കിങ് H8, ഒരു വെയിറ്റിംഗ് മൂവ് ആണ്. ഗുക്കേഷ് എന്താണ് കളിക്കുന്നതെന്ന് നോക്കി നിൽക്കുവാണ്. ഇവിടെ തൽക്കാലം ഇതുപോലത്തെ മൂവ്സ് ഒന്നുമില്ല. ഇവിടെ കാര്യം ക്വീൻ ഇവിടെ നേരിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ ആ ഒരു ത്രെട്ട് കാരണമല്ല. കിങ് H8 ഒരു വെയിറ്റിംഗ് മൂവ് ആയിട്ട് കളിക്കുവാണ്. എന്തായാലും റൂക്ക് കളിയിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്ക് G2 കൊണ്ടുവരികയാണ്. അപ്പൊ അതൊക്കെ എല്ലാ പീസുകളും കിങ് സൈഡിലേക്ക് വന്നത് പ്രൊട്ടക്ഷനും കൂടെയാണ് ഈ ഒരു മൂവോടെ ഐഡിയ. മാത്രമല്ല ക്വീൻ C4 വന്നതോടെ ഇനി ഇതുപോലത്തെ പോൺ പുഷുകളും ഇനി ബ്ലാക്കിന് ഉണ്ടാവുന്നതല്ല. അപ്പൊ നല്ലൊരു പൊസിഷനാണ് ഇവിടെ ഗുക്കേഷിന്. റൂക്ക് F5 വന്നിട്ട് പതുക്കെ എല്ലാ പീസുകളും ഇവിടെ കറുവാനെയും ഇവിടെ കിങ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ബിഷപ്പ് D3 വന്നിട്ട് ആ ഒരു റൂക്കിനെ ചലഞ്ച് ചെയ്യുകയാണ്. ഇവിടെ റൂക്ക് വന്നിട്ട് ഈ ഒരു D5 പോണിനെ വെട്ടിയെടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ ഇവിടെ ഗുക്കേഷിന് ഒരു ഗംഭീര മൂവ് ഉണ്ട് ഫിനിഷ് ചെയ്യാൻ. പക്ഷെ ആ മൂവ് കാണാൻ കുറച്ച് പാടാണത്. പക്ഷെ ഇതേപോലത്തെ ഒരു മൂവ് ഗുക്കേഷ് ഈ ഗെയിമിന്റെ എൻഡിൽ കളിക്കുന്നുണ്ട്. എന്തായാലും ആ കളിക്കേണ്ടിയിരുന്ന ബ്രില്യൻ മൂവ് നമുക്ക് കണ്ടു നോക്കിയാലോ. കളിയിൽ കിങ് H1 ആണ് കളിച്ചത്. പക്ഷെ കളിക്കേണ്ടിയിരുന്ന ആ ബ്രില്യൻ കോമ്പിനേഷൻ കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. പക്ഷെ റിയൽ ഗെയിമിൽ ഒരുപക്ഷെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. എന്നിരുന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ബിഷപ്പ് F6 ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവാണ്. എങ്ങാനും ബിഷപ്പിനെ വെട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഈ ക്വീൻ വന്നിട്ട് F4 പോണിനെ വെട്ടിയെടുക്കും. ഇനി H6 വന്നിട്ട് ഇവിടേക്കൊക്കെ വന്നിട്ട് ഒരു ചെക്ക് മേറ്റ് ഒക്കെയാണ് ഇവിടെ ത്രെട്ടൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ബ്ലാക്ക് ചെയ്യേണ്ടത്? ബ്ലാക്ക് ഒരു പക്ഷെ ബിഷപ്പ് G7 കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും സ്ക്രൂസ് മുറുക്കുന്നത് എങ്ങനെയാണ്? ക്വീൻ F7. ഇത് ഓൾറെഡി ഒരു ക്രഷിങ് അറ്റാക്ക് ആണ്. ഇവിടെ ഇപ്പൊ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഒരു പക്ഷെ റൂക്ക് ഇവിടേക്ക് വന്നിട്ട് ആ ഒരു ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കിങ് ജസ്റ്റ് മാറുന്നു. ഇനിയിപ്പോ ഇതിന്റെ ഐഡിയ എന്താണ്? റൂക്കിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ വേറെയും ഐഡിയാസ് ഉണ്ട്. ഒരു പക്ഷെ ബിഷപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂക്ക് ടേക്സ് ബിഷപ്പ്. ഇനിയിപ്പോ എന്താ ഇപ്പൊ ചെയ്യുക? റൂക്ക് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ദാ കിടക്കണു ഇങ്ങനെ ഒരു ചെക്ക്. ഇനിയിപ്പോ എന്താ ഇപ്പൊ ചെയ്യുക? കിങ്ങിന് താഴേക്ക് വരാൻ പറ്റില്ലല്ലോ ബിഷപ്പ് ഉള്ളത് കൊണ്ട്. റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുമ്പോൾ ദാ ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റ്. അപ്പൊ ഇങ്ങനെയും വേണേൽ കളി മുന്നോട്ട് പോകായിരുന്നു. പക്ഷെ ഗുക്കേഷ് കളിക്കുന്നത് എന്താണ്? കിങ് H1 കളിക്കുന്നത്. ഗുക്കേഷിന്റെ ഐഡിയ റൂക്കിനെ C1 നിന്ന് ഒരു പക്ഷെ G1 കൊണ്ടുവരാനാണ്. ബിഷപ്പ് B7 പോകുന്നു. പ്ലാൻ പോലെ തന്നെ റൂക്ക് G1 വന്നിട്ട് ഇവിടെ ഡബ്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി എന്താണ് നടക്കുന്നത്? ഇവിടെ ബ്ലാക്ക് കളിക്കുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു. ഇനി നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള അവസരമാണ്. നിങ്ങളാണെങ്കിൽ എന്ത് പീസ് വെച്ച് ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുക്കും? പോൺ വെച്ച് വെട്ടിയെടുക്കുമോ അത് ക്യൂൻ വെച്ച് വെട്ടിയെടുക്കുമോ? എന്താണ് നിങ്ങൾ ചെയ്യുക? ഇവിടെ ഗുക്കേഷ് കളിക്കുന്നത് ഈ മൂവ് ഒന്നും അല്ല. ഗുക്കേഷ് കളിക്കുന്നത് നേരത്തെ കണ്ടതുപോലത്തെ അതേ പാറ്റേൺ ആണ്. ഗുക്കേഷ് കളിക്കുകയാണ് ബിഷപ്പ് F6. സൂപ്പർ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ എന്താ ഇപ്പൊ ചെയ്യുക? ഗെയിമിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടി. പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ ഫിനിഷ് ഉണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ ക്വീൻ ടേക്സ് F4. ബിഷപ്പിലേക്കും അറ്റാക്ക് ആണ്. H6 ചെക്ക് മേറ്റും ത്രെട്ടൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ കറുവാനെ കളിക്കുന്നത്? ബിഷപ്പ് ജസ്റ്റ് G7 പോയി കഴിഞ്ഞാൽ റൂക്ക് വെച്ചിട്ട് ആ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കും. അതുകൊണ്ട് ബിഷപ്പ് G5 വന്നിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കുകയാണ് കറുവാന. പക്ഷെ ഒരു കാര്യമില്ല, ജസ്റ്റ് റൂക്ക് വെച്ച് വെട്ടിയെടുക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ക്വീനും കൂടെ കളിയിലേക്ക് വന്നിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ നോക്കുവാണ്. റൂക്കിലേക്കൊക്കെ അറ്റാക്ക് കൊടുക്കാൻ നോക്കുവാണ്. പക്ഷെ ഒട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഈ ഒരു റൂക്ക് G8 മൂവോടെ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ പണി തീർന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ലല്ലോ. വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ദാ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെക്ക് മേറ്റ് ഉണ്ടാവും.
അപ്പൊ ലോക ചാമ്പ്യന്റെ ഈ ഒരു തിരിച്ചുവരവ് എങ്ങനെയാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഈ ക്ലച്ചസിലെ ബാക്കിയുള്ള എല്ലാ ഗെയിംസും ഞാൻ കവർ ചെയ്യാൻ മാക്സിമം നോക്കുന്നതാണ്. ഈ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.